ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ശ്യാമ എന്തായിരിക്കും വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും ഇടയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ ശാലിനി പറഞ്ഞത് പ്രകാരം ശ്യാമ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും റൂമിനരികിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് കുളി കഴിഞ്ഞ് എത്തിയ കാർത്തിക ബാൽക്കണിയിലിരിക്കുന്ന വിഷ്ണുവിനരികിലെത്തി തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. വിഷ്ണുവേട്ട, സത്യാമ്മ നമ്മുടെ ശാന്തി മുഹൂർത്തം നടത്താനുള്ള ശ്രമത്തിലാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒരു കൂട്ടം പോലീസുകാർക്ക് നടുവിൽ നിൽക്കുന്ന ഒരു കള്ളനെ പോലെയാണ് എന്റെ അവസ്ഥ. എന്റെ കയ്യിൽ ഒരു വൈരമാലയുണ്ട്. പക്ഷെ ആ വൈരമാല എന്റെ കയ്യിലുള്ള വിവരം മറ്റുള്ളവർക്ക് അറിയാമെങ്കിലും പോലീസ് എന്നെ പിടികൂടുന്നതിനായി കാത്തിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എപ്പോ പിടിവീഴുമെന്നുള്ള ആശങ്കയോടെയാണ് ഞാൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. വിഷ്ണുവേട്ടന് എന്റെ മാനസികാവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു, അതിന് ഇപ്പോ ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ലോ എന്ന് വിഷ്ണു കാർത്തികയോട് പറയുന്നത് കേട്ട് കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ടന് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇപ്പോ ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണെന്ന് വിഷ്ണുവേട്ടൻ മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം. വിഷ്ണുവേട്ടൻ പറയുന്നത് പോലെ ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. സത്യാമ്മയ്ക്ക് എന്നെ മേൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അത് ശരി തന്നെ, സത്യാമ്മ ഒരു നിർബുദ്ധിക്കാരിയാണെന്ന് പറയാം. പക്ഷെ അതുപോലെയല്ല ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ. അവരെല്ലാവരും ഈ ചുവരിന് പോലും സത്യത്തിൽ കാതുകളുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഇവിടെയുള്ളവർക്കാർക്കും വിഷ്ണുവേട്ടന്റെ അച്ഛനും മറ്റെല്ലാവരും എന്റെ മേൽ സംശയത്തോടെയാണ് നോക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും പിടിവീഴാം. അങ്ങനെ പിടിവീണ് കഴിഞ്ഞാൽ നമ്മൾ കളിച്ചത് നാടകമാണ് എന്നുള്ള സത്യം അറിഞ്ഞാൽ ആ നിമിഷം സത്യാമ്മ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. പിന്നെ വിഷ്ണുവേട്ടനെ ആണെങ്കിലേ ആ മധുശ്രീ വിവാഹം കഴിക്കാനായി ഇപ്പോഴും വെയിറ്റിംഗിലാണ്, അത് മറക്കണ്ട എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, എടോ അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണുവിനോട് കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ടൻ അങ്ങനെ പറയാം, ഇവിടെ ഒന്നും സംഭവിക്കാഞ്ഞിട്ടാണോ സത്യാമ്മ ആ ജോത്സ്യനോട് നമ്മുടെ ശാന്തി മുഹൂർത്തം കുറിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വരാനായി പറഞ്ഞിരിക്കുന്നത്? ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്റെ ഹർഷൻ മടങ്ങിയെത്തി കഴിയുമ്പോൾ ഹർഷനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ കാണിച്ച നാടകമാണിതെന്ന്, ഇങ്ങനെ ഒരു വിവാഹ നാടകമെന്ന് പറഞ്ഞാൽ ഹർഷൻ അത് വിശ്വസിക്കും. ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചുവെന്ന് കള്ളം പറഞ്ഞ് താൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് എല്ലാവരോടും പറയുകയാണെങ്കിൽ ഹർഷനോട് പറഞ്ഞാൽ ഹർഷൻ അത് മനസ്സിലാകും. മറിച്ച് ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം ഹർഷൻ അത് എങ്ങനെ ഉൾക്കൊള്ളും? അത് ഹർഷൻ വിശ്വസിക്കുമെന്ന് വിഷ്ണുവേട്ടന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി എന്താ നമ്മൾ ചെയ്യുക എന്ന് കാർത്തിക ടെൻഷനോടെ വിഷ്ണുവിനോട് അന്വേഷിച്ചു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, തൽക്കാലം എന്താ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം, താൻ സമാധാനപ്പെട എന്ന് കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ട, എനിക്ക് അങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയില്ല. ഹർഷൻ ഇങ്ങനെ ഒരു കാര്യം കൂടി സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഹർഷൻ കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവില്ല. ഇതൊരിക്കലും ഹർഷൻ ഉൾക്കൊള്ളുകയുമില്ല. എന്റെ ജീവിതം അതോടെ തകരും. അതാണ് സംഭവിക്കുക എന്ന് വിഷ്ണുവിനോട് വിഷമത്തോടെ കാർത്തിക അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു കാർത്തികയുമായി നേരെ റൂമിലേക്ക് എത്തി. അത് കേട്ട ഉടനെ തന്നെ വിഷ്ണുവിനോട് വീണ്ടും കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ട, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അനുഭവിക്കുന്ന വേദനയും ടെൻഷനും വിഷ്ണുവേട്ടനൊന്ന് തിരിച്ചറിയാത്തത് എന്താണ് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ വിഷ്ണു കാർത്തികയെ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തുമെന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ശ്യാമ നേരെ വിഷ്ണുവിന്റെ റൂമിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് വിഷ്ണു കാർത്തികയുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ കഴുത്തിൽ താലിമാല കാണാനില്ല എന്ന സത്യം വിഷ്ണു മനസ്സിലാക്കി. ഉടൻ തന്നെ വിഷ്ണു കാർത്തികയുടെ മാല എവിടെയെന്ന് അന്വേഷിക്കുന്നു. മാല ഞാൻ കുളിക്കാൻ നേരം ഊരി വെച്ചതാണെന്ന് കാർത്തിക മറുപടി നൽകിയത് കേട്ട് വിഷ്ണു കാർത്തികയോട് ആ മാല വേഗം എടുത്തിടാനായി ആവശ്യപ്പെട്ടു. മാല കഴുത്തിലില്ല എന്ന് കണ്ടാൽ അത് മതി അമ്മയ്ക്ക് സംശയം തോന്നാൻ. വെറുതെ അമ്മയ്ക്ക് ഓരോ സംശയങ്ങൾ ഉണ്ടാക്കേണ്ട, അമ്മയ്ക്ക് സംശയത്തിന് ഇടവരുത്തരുത് എന്ന് വിഷ്ണു കാർത്തികയോട് പറയുന്നത് കേട്ടുകൊണ്ട് റൂമിലേക്ക് ശ്യാമ എത്തിയത്. അത് കേട്ടതും ശ്യാമയ്ക്ക് ആകെ സംശയമായി. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഓ അത് ശരിയാ, ഈ പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഈ താലിമാല എന്ന് പറഞ്ഞാൽ വല്ലാത്ത വീക്ക്നെസ്സും സെന്റിമെന്റ്സും ഒക്കെ തന്നെയാണ്. സത്യത്തിൽ താലിമാല അത് സ്ഥിരമുള്ള കാര്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് കുളിക്കാൻ നേരം ഊരി വെച്ചിട്ട് മറന്നുപോയത്. എന്തായാലും അത് എടുത്തിട്ടേക്കാം. സത്യത്തിൽ ഈ താലിമാലയുടെ പ്രാധാന്യം മറ്റൊരു രീതിയിലാണ് എല്ലാവരും പറയുന്നത്. താലിമാല ഒരിക്കലും കഴുത്തിൽ നിന്ന് ഊരി വെക്കരുതെന്നാണ് പഴമക്കാർ പറയാറുള്ളത്. ഇനി അഥവാ അത് ഊരി വെച്ചാൽ തന്നെ ഭർത്താവ് തന്നെ അത് കഴുത്തിലിട്ട് തരണം, അതാണ് വേണ്ടത്, അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് എന്ന് ശാലിനി കാർത്തിക വിഷ്ണുവിനോട് പറഞ്ഞു. അത് ശരി തന്നെയാണെന്നുള്ള രീതിയിൽ എന്തായാലും അമ്മയ്ക്ക് സംശയം എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ നോക്കുമ്പോൾ ശ്യാമ മുന്നിൽ നോക്കി നിൽക്കുന്നത് കണ്ട് വിഷ്ണു പെട്ടെന്ന് കാർത്തിക പറയുന്നത് ശ്യാമ കേൾക്കാതിരിക്കാനായി കാർത്തികയോട് വിഷ്ണു പറഞ്ഞു, കാർത്തികെ, താൻ മാല ഇട്ട് കഴിഞ്ഞല്ലോ അല്ലെ എന്ന് ചോദിച്ചിട്ടും കാർത്തിക എപ്പോഴും താലിമാലയുടെ സെന്റിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. ഇത് മനസ്സിലാക്കിയ വിഷ്ണു ഇനിയും എന്തെങ്കിലുമൊക്കെ വിളിച്ച് കാർത്തികയെ പറയുന്ന ഉറപ്പായതോടെ ശ്യാമ വന്നു എന്നുള്ള കാര്യം
കാർത്തികയെ അറിയിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് വിഷ്ണു ആ ശ്യാമയോ എന്ന് വിളിച്ചു ചോദിച്ചു. അത് കേട്ടതും കാർത്തിക പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്യാമ വാതുക്കൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ തന്നെ വിഷ്ണു ശ്യാമയെ അകത്തേക്ക് വിളിച്ചു. വാ ശ്യാമേ, ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞപ്പോ ശ്യാമ അകത്തേക്ക് വന്ന് വിഷ്ണുവിനോട് ചോദിച്ചു, അല്ല ഞാനിവിടെ ഇപ്പോ വന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ശ്യാമ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വിഷ്ണു ആകെ സംശയത്തോടെ ആലോചിച്ചു. ദൈവമേ, ശ്യാമ വന്നിട്ട് ഒത്തിരി നേരമായി കാണുമോ, താലിമാലയുടെ കാര്യമൊക്കെ അവൾ കേട്ടിട്ടുണ്ടാകുമോ എന്ന് ആലോചിച്ച് ഭയന്നങ്ങനെ വിഷ്ണു നിൽക്കുമ്പോൾ ശ്യാമ ചോദിച്ചു, ഞാനിവിടേക്ക് വരുമ്പോ വന്നിട്ട് അധിക നേരമൊന്നും ആയില്ല. വന്ന സമയത്ത് ഞാൻ കേട്ടത് താലിമാലയുടെ കാര്യമായിരുന്നു. എന്താ വിഷ്ണുവേട്ടൻ അങ്ങനെ പറഞ്ഞത്? താലിമാലയില്ലാതെ ഇനി അതൊരു സംശയത്തിനിടെ ഉണ്ടാക്കണ്ട എന്നൊക്കെ വിഷ്ണുവേട്ടൻ പറഞ്ഞു എന്താ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, താലിമാലയുടെ കാര്യത്തിൽ സംശയം എന്നല്ല ഞാൻ പറഞ്ഞത്. താലിമാല ഊരി വെക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. താലിമാല എടുത്ത് കഴുത്തിലിടാനാ ഞാൻ അയാളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഉടനെ കാർത്തിക ശ്യാമ എവിടേക്ക് വരുന്നതിന് മുമ്പ് താലിമാല ഭർത്താവ് തന്നെ ഇട്ടു തരണമെന്നും അയ്യോ ഞാനോ എന്ന് വിഷ്ണു സംശയത്തോടെ ചോദിക്കുകയും ഞാനൊരിക്കലും അത് ചെയ്യില്ല എന്നും അത് തന്നെത്താനെ അങ്ങ് ഇരുട്ടാൽ മതിയെന്നും പിന്നെ ഇനി അങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഊരി വെക്കാതിരുന്നാൽ മതിയെന്നുമുള്ള വിഷ്ണുവിന്റെ വാക്കുകൾ അത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പാണ് ശ്യാമയെ വിഷ്ണു കണ്ടത്. അക്കാര്യം വിഷ്ണു ഓർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോ വിഷ്ണുവേട്ടൻ ഈ താലിമാല ഇട്ട് കൊടുക്കില്ലെന്നും അങ്ങനെ വിഷ്ണുവേട്ടൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ശാലിനി. സംശയം എന്നൊന്നും പറഞ്ഞതല്ല, മറിച്ച് താലിമാലയുടെ കാര്യം മറന്നു പോകരുതെന്നാ ഞാൻ കാർത്തികയോട് പറഞ്ഞത് എന്ന് വിഷ്ണു ശ്യാമയോട് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ശ്യാമയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി വിഷ്ണു ശ്രമിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, എന്തായാലും ശരി, ഞാൻ വന്നത് നിങ്ങളെ രണ്ടുപേരെയും സത്യാമ്മ വിളിക്കുന്നു, ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു, അതിനാ ഞാൻ വന്നതെന്ന് ശ്യാമയെ അറിയിച്ചതും വിഷ്ണു വളരെ പെട്ടെന്ന് അവിടുന്ന് താഴേക്ക് പോകുന്നു. അങ്ങനെ തടുത്തപ്പിയ സന്തോഷത്തിൽ വിഷ്ണു താഴേക്ക് പോകുമ്പോൾ പിന്നാലെ കാർത്തികയും ശ്യാമയും നോക്കി പുഞ്ചിരിച്ചിട്ട് മടങ്ങി. ശ്യാമയുടെ മനസ്സിൽ അപ്പോഴും അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അതേപോലെ സംശയം ഉളവാക്കിക്കൊണ്ടിരുന്നു. താഴെ ഹാളിൽ സത്യാമ്മയും രാഘവൻ നായരും പൊന്നിയും പിള്ളേശനും വന്ന് നിൽക്കുന്നു. പിന്നാലെ അവിടെ ജോത്സ്യനും എത്തിക്കഴിഞ്ഞു. ജോത്സ്യനെ കണ്ട് സത്യാമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണുവും കാർത്തികയും എത്തിയത്. വിഷ്ണുവും കാർത്തികയും കൂടി വരുന്നത് കണ്ട് സത്യഭാമ ജോത്സ്യനോട് ജാതകം നോക്കി മുഹൂർത്തം കുറിച്ചോളാനായി പറഞ്ഞു. അതിനായി മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പൊന്നി അവിടേക്ക് വന്നത് കണ്ട് രാഘവൻ നായർ പറഞ്ഞു, പൊന്നി, ജോത്സ്യന് തിരുമേനിക്ക് ഒരു ചായ എടുത്തു കൊടുക്കും. അതെ, നമ്മുടെ വിഷ്ണുവിന്റെയും ആ നിൽക്കുന്ന പെങ്കൊച്ചിന്റെയും ശാന്തി മുഹൂർത്തം കുറിക്കാൻ വന്നിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഒരു മുഹൂർത്തം കുറിക്കട്ടെ. പൊന്നി നല്ലൊരു സൂപ്പർ ചായ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് പൊന്നി തല കുലുക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി. അതിനുശേഷം ചായയുമായി പൊന്നി അവിടേക്ക് എത്തി. വിഷ്ണുവും കാർത്തികയും അവിടെ വന്ന് ടെൻഷനോടെ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, തിരുമേനി ഇനി നല്ലൊരു മുഹൂർത്തം കുറിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും മുഹൂർത്തത്തിനുള്ള സമയം നോക്കിക്കൊണ്ട് അങ്ങനെ തിരുമേനി നോക്കിയിരിക്കുന്ന നേരത്താണ് പൊന്നി ചായയുമായി എത്തിയത്. ഉടനെ ചായ അവിടെ വെച്ചേക്കാൻ അദ്ദേഹം പറഞ്ഞതും ചായ ആ ടേബിളിൽ വെച്ചിട്ട് പൊന്നി അവിടെ നിന്നു. ആ സമയത്ത് രാഘവൻ നായർ പറഞ്ഞു, അല്ല തിരുമേനി, ചായ കുടിച്ചിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഒരു മധുരം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് രാഘവൻ നായർ തിരുമേനിയോട് ചോദിച്ചതും തിരുമേനി അതിനെ ശരിവെച്ചു. അതും ശരി തന്നെയാണ് എന്ന് തിരുമേനി പറഞ്ഞത് കേട്ട് എന്നാ അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ രാഘവൻ നായർ എന്നാ ചായ കുടിച്ചിട്ട് മധുരം കഴിച്ചിട്ട് ബാക്കിയാകാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് രാഘവൻ നായർ പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ മധുരം കഴിക്കുന്നതിന് വേണ്ടി ചായ കുടിക്കാൻ തിരുമേനി തയ്യാറായി. അങ്ങനെ ചായ ഒരു സിപ്പ് വായിലേക്ക് കുടിച്ചതും അപ്പോഴേക്കും അതിന്റെ അരുചി മനസ്സിലാക്കിയ തിരുമേനിക്ക് അത് ഇറക്കി വിടാനും കഴിയാതെ വല്ലാത്ത അവസ്ഥയിലിരുന്നു. ഇത് കണ്ടതോടെ തിരുമേനിയോട് രാഘവൻ നായർ ചോദിച്ചു, എന്തു പറ്റി തിരുമേനി? അപ്പോഴേക്കും സത്യഭാമയും ആകെ ടെൻഷനിലായി. എന്താ തിരുമേനി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനിയുടെ മുഖം വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. സത്യാമ്മ ചോദിച്ചു, തിരുമേനി ഈ ആഴ്ച ഇന്ന് നല്ല മുഹൂർത്തമാണെന്നാണോ തിരുമേനി പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർ പറഞ്ഞു, അതെ, ചില മുഹൂർത്തങ്ങളും ചില സമയങ്ങളും ഒക്കെ ഇങ്ങനെയാണ് എൻ്റെ ഭാമേ. അതുകൊണ്ടാണല്ലോ തിരുമേനിയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒന്നുകൊണ്ടും നല്ലതല്ല എന്നാണ് തിരുമേനി പറഞ്ഞത്. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, ആണോ തിരുമേനി എന്ന രീതിയിൽ ചോദിച്ചതും അതെ എന്ന് തന്റെ അവസ്ഥ ഓർത്ത് ആ തിരുമേനി തലകുലുക്കി. അപ്പോഴേക്കും രാഘവൻ നായർ അതിനെ സമ്മതിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മ ചോദിച്ചു, അപ്പോൾ ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഉണ്ടോ നോക്ക് തിരുമേനി. പെട്ടെന്ന് രാഘവൻ നായർ പറഞ്ഞു, അതെ, ഓരോ ദിവസത്തെയും മുഹൂർത്തം നോക്കുമ്പോൾ തിരുമേനി ഓരോ കവിള് കുടിച്ചാൽ മതി. ചായ കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ താൻ അത് മുഴുവൻ കുടിച്ചിറക്കുമ്പോഴത്തെ അവസ്ഥയോർത്ത് തിരുമേനി വേഗം പറഞ്ഞു, ഈ ആഴ്ച ഒരു ദിവസം പോലും നല്ലതില്ല എന്ന്
തിരുമേനി വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴേക്കും സത്യാമ്മ ചോദിച്ചു, ഈ ആഴ്ച ഒന്നുപോലും ഇല്ലേ? ഈ മാസത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് തിരുമേനി എന്ന് സത്യാമ്മ ആവശ്യപ്പെട്ടതും ഉടനെ തന്നെ തിരുമേനി ടെൻഷനോടെ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, ഈ മാസത്തിലും ഒന്നുമില്ല സത്യാമ്മേ. അപ്പോഴേക്കും സത്യഭാമയ്ക്ക് ആകെ ടെൻഷനായി. ഈ മാസത്തിലും ഇല്ലെന്നോ? എന്താ തിരുമേനി ഈ പറയുന്നത്? സത്യത്തിൽ പ്രകൃതിയിലെ ജീവോൽപത്തിക്ക് വേണ്ടി ഈ പ്രകൃതിയിൽ ജീവോൽപത്തിക്ക് വേണ്ടി ആ നിലകൊള്ളുന്ന നക്ഷത്രങ്ങളാണ് ഈ പാണിഗ്രഹണം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളും അതിന് കൂട്ടുനിൽക്കുമെന്നും പാണിഗ്രഹണം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ജീവോൽപത്തി നിലനിർത്താൻ വേണ്ടിയാണെന്നുമാണല്ലോ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളും അതിന് കൂട്ടുനിൽക്കുമെന്ന് പറയുമ്പോൾ ഒരു മാസം പോലും ഇതിന് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രം ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും തിരുമേനി എന്ന് ചോദിച്ചതും ഉടനെ തിരുമേനി പറഞ്ഞു, അതെ, വരന്റെയും വധുവിന്റെയും നക്ഷത്രങ്ങൾ മാത്രം യോജിച്ച് വന്നാൽ പോരാ, ജ്യോത്സ്യന്റെ നക്ഷത്രം കൂടി അതിനെ അനുകൂലിക്കണം. എന്നാൽ മാത്രമേ ജ്യോത്സ്യന് അത് ചെയ്യാൻ കഴിയൂ. ഇപ്പോ എനിക്ക് അത്യാവശ്യമായിട്ട് പോണം സത്യാമ്മേ, അതുകൊണ്ട് ഞാൻ പോട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അയാൾ വേഗത്തിൽ ധൃതി പിടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഇത് കണ്ടതോടെ സത്യഭാമയ്ക്കാകെ ദേഷ്യമായി. ഇത് എവിടുത്തെ ജ്യോത്സ്യനാ? ഇയാളെന്നാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓടുന്നത്? ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലേ? ഇങ്ങനെ ഒരു ജ്യോത്സ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശാസ്ത്രമൊന്നും കൃത്യമായിട്ട് നോക്കാതെ ഇങ്ങനെയുള്ള ജാതകങ്ങളൊന്നും കൃത്യമായി കുറിക്കാൻ അറിയത്തില്ലാത്ത ഇയാളൊക്കെ എവിടുത്തെ ജ്യോത്സ്യനാ? ഇതുപോലൊരു ജ്യോത്സ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് സത്യമകൻ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എന്റെ ഭാമേ, അതെ, ഇങ്ങനെ ഒരു മുഹൂർത്തം ചേരേണ്ടതേ ചേരാവൂ എന്നാണ് നക്ഷത്രങ്ങൾക്ക് പോലും അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ പോലും അതിന് കൂട്ടു നിൽക്കാതിരിക്കുന്നത് അക്കാരണത്താലാണ്. പിന്നെ ഭാമേ, ഇത് അറിയാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾക്ക് പോലും അക്കാര്യം മനസ്സിലായി. ഇത് മനസ്സിലാക്കാത്തത് നീ മാത്രമാണ് എന്ന് സത്യഭാമയെ നോക്കി രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമ രാഘവൻ നായരെ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു ജ്യോത്സ്യനെ വിളിച്ചതാ എന്നെ വേണം പറയാനെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സത്യാമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണുവിനാകെ സംശയമായി. സത്യത്തിൽ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായരും പൊന്നിയും ചേർന്ന് കൃത്യമായി ആ ജ്യോത്സ്യനിട്ട് പണി കൊടുത്തതാണ് എന്ന് രാഘവൻ നായരുടെയും പൊന്നിയുടെയും പരസ്പരമുള്ള നോട്ടവും ചിരിയും കണ്ടതോടെ രണ്ടുപേരും അർത്ഥം വെച്ച് ചിരിക്കുന്ന കണ്ടതോടെ വിഷ്ണുവിന് കാര്യം മനസ്സിലാവുന്നു. വിഷ്ണു ഉടനെ തന്നെ എന്തായാലും ഇങ്ങനെ ഒരു സഹായം ചെയ്തതിന് ആ ജ്യോത്സ്യനെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ച് കാർത്തികയെ ഒന്ന് നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. വിഷ്ണു മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതോടെ രാഘവൻ നായർ പറഞ്ഞു, അവന്റെ ഒരു ചാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കാർത്തികയെ നോക്കി മുഖം തിരിച്ച് രാഘവൻ നായർ ഇരിക്കുന്നു.